പല്ല് ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ 2025. നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ ഈ വർഷം സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇന്ന് പുതിയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഒഫീഷ്യലായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ബാഴ്സയുടെ സിറ്റുവേഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡാനി ഓൾമോയെ ജനുവരി 2 രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളി ഫ്രീ ഏജൻ്റായിട്ട് പുറത്തേക്ക് പോകും. ഇപ്പോൾ ലലിഗക്ക് ബാഴ്സ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ ഒഫീഷ്യലായിട്ട് റിജക്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാഴ്സ പെട്ടിരിക്കുകയാണ്. 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. പുള്ളി ഫ്രീ ഏജൻ്റായിട്ട് പോയി കഴിഞ്ഞാൽ 2030 വരെ ഓൾമോക്ക് ബാഴ്സയുമായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്. ഇനി ആരെങ്കിലും ഓൾമോയെ വാങ്ങുന്നത് വരെ പുള്ളിയുടെ സാലറി ബാഴ്സ തന്നെ കൊടുക്കണം. അത് മാത്രമല്ല RB ലൈപ്സിക്കിന് 42 മില്യൻ്റെ ഒരു വലിയ തുകയാണ് ബാഴ്സ ഇപ്പോൾ പേ ചെയ്യാനുള്ളത്. എന്തായാലും എന്തെങ്കിലുമൊക്കെ കുറുക്കു വഴി 2 ദിവസത്തിനുള്ളിൽ ബാഴ്സ കണ്ടുപിടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബാഴ്സയുടെ ആരാധകർ പല ആൾക്കാരും നോക്കുന്നത്. നമുക്കറിയാം പല ടീമിൽ നിന്നും പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. ഫ്രീ ഏജൻ്റായിട്ട് മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റൊരു ടീമിലേക്ക് ഓൾമോ പോകാനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഓൾമോക്ക് ബാഴ്സയെ തന്നെ തുടരണം എന്നുള്ള ആഗ്രഹം പുള്ളി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന റൂമേഴ്സ് അനുസരിച്ച് ഇനിയോസ് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ മേജർ സൈനിങ്സ് ഒക്കെ ബാൻ ചെയ്തു എന്നുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇത് സത്യമാണെങ്കിൽ അമോർമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരു റീബിൽഡിലൂടെ പോകണമെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 വിൻഡോ ഒക്കെ വേണ്ടി വരും. ഇപ്പം നമ്മളൊക്കെ വിചാരിച്ചത് ആ ഒരു റീബിൽഡ് ഈ ഒരു ജനുവരി വിൻഡോത്തിനെ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 1-2 പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരും, ചില പ്ലേയേഴ്സിനെ പുറത്തേക്ക് അയക്കും എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഈ വാർത്ത ശരിയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ നമുക്കറിയില്ല. ഒരു കാര്യം ശരിയാണ്, ജനുവരി വിൻഡോയിൽ പല പ്ലേയേഴ്സും ഓവർ പ്രൈസ് ആയിരിക്കും, കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് കിട്ടാൻ വഴിയില്ല, ഇതൊക്കെ സത്യമാണ്. പക്ഷേ യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പ്ലെയർ വളരെ വളരെ അത്യാവശ്യമായിട്ട് അവർ ടീമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്തായാലും ഈ ന്യൂസിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വാർത്ത നമ്മൾ കേൾക്കുന്നത് സ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നാണ്. സോണിൻ്റെ കോൺട്രാക്റ്റിൽ ഇനി 6 മാസം മാത്രമേ ബാക്കിയുള്ളൂ. പുള്ളിയെ മറ്റ് ടീമുമായിട്ട് സംസാരിക്കാൻ അലോ ചെയ്തു എന്നുള്ള വാർത്ത നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. പക്ഷേ സ്പേഴ്സ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാഡ് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, വികാരിയുടെ ഇഞ്ചുറിക്ക് ശേഷം പുതിയൊരു ഗോൾ കീപ്പറെ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നമ്മളൊരു ഫ്രീ ഏജൻ്റായിട്ടോ അല്ലെങ്കിൽ ലോണിലൂടെയോ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറെ കൊണ്ടുവരും. ഒരു ബൈ ക്ലോസ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പുള്ളി 6 മാസം പരീക്ഷിച്ച് നോക്കാനുള്ള ഒരു പദ്ധതിയാണ് ഡാനിയൽ ലീവിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. എന്തായാലും ഒരു ഗോൾ കീപ്പർ വരേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിൻ്റെ സൈഡിൽ നിന്നാണ്. അലക്സാണ്ടർ ആർണോൾഡിനെ നമുക്കറിയാം റയലിൽ നോട്ടമിട്ടിട്ട് ഒരുപാട് നാളുകളായി. കഴിഞ്ഞ കുറേ വിൻഡോയിൽ പുള്ളിയെ സൈൻ ചെയ്യാനുള്ള പദ്ധതികൾ തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു റയൽ. ഈ ജൂലൈയിൽ ഫ്രീ ഏജൻ്റായിട്ട് അലക്സാണ്ടർ ആർണോൾഡിനെ പൊക്കാനുള്ള എല്ലാ പദ്ധതികളും റയൽ ആവിഷ്കരിക്കുന്നുണ്ട്. പക്ഷേ ലിവർപൂളിൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആർണോൾഡ് ഈസ് നോട്ട് ഫോർ സെയിൽ എന്നാണ് ലിവർപൂളിൻ്റെ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. പക്ഷേ അതുകൊണ്ട് മാത്രം പുള്ളി ഒരു പുതിയ കോൺട്രാക്റ്റ് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്രാവശ്യം കപ്പൊക്കെ അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിയെ കൺവിൻസ് ചെയ്തുകൊണ്ട് പുതിയൊരു കോൺട്രാക്റ്റ് കൊടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ റയൽ പോലത്തെ ഒരു ക്ലബ്ബ് വലിയൊരു ഓഫറുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ലിവർപൂൾ പുള്ളിയെ ഓഫ് ലോഡ് ചെയ്താലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. എന്തായാലും പുതിയ ചില ട്രാൻസ്ഫർ ന്യൂസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ബൈ ഫോർ നൗ.